ഏറ്റവും ബഹുമാനായ യോഗാധ്യക്ഷൻ MSF നിയോജകമണ്ഡലം പ്രസിഡന്റ് ദിൽഷാദ്, വേദിയിലെ സമാധാനരായ നേതാക്കന്മാർ, MSF സഹപ്രവർത്തകന്മാർ, ഏറ്റവും സ്നേഹം നിറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ സഹോദരങ്ങളെ, ഏറ്റവും അഭിമാനകരമായ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളേവരും ഉള്ളത്. ഇന്ന് വൈകിട്ട് ആരംഭിച്ച ഈ സമ്മേളനം അവസാനത്തിലേക്ക് കടക്കുന്ന സമയത്ത് വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളെപ്പോലെയുള്ള കഴിഞ്ഞകാല MSF പ്രവർത്തകന്മാർ ഇത് നോക്കിക്കാണുന്നത്. MSF കേരളത്തിലെ കലാലയങ്ങളിലും കേരളത്തിലെ ക്യാമ്പസുകളിലും കേരളത്തിലെ നാട്ടുപുറങ്ങളിലുമൊക്കെ വേരൂന്നിയ കാലത്താണ് നിങ്ങൾ ഓരോരുത്തരും MSF പ്രവർത്തകന്മാരായി മാറാൻ സാധിച്ചെന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ്. ഒരു ഫറൂഖ് കോളേജിന്റെ 4 ചുമരുകൾക്കുള്ളിൽ അവസാനിപ്പിക്കുന്ന MSF, സർ സെയ്ദ് കോളേജിന്റെ ചുറ്റുവട്ടങ്ങളിൽ അവസാനിച്ച MSF ഇന്ന് കേരളത്തിലെ 7 സർവകലാശാലകളിൽ പ്രാതിനിധ്യമുള്ള വിദ്യാർത്ഥി സംഘടനയായി മാറിയ കാലത്ത് മുസ്ലിം വിദ്യാർത്ഥികൾ മാത്രം MSF അംഗങ്ങളായിരുന്ന കാലം വ്യത്യസ്തമായി മറ്റ് സമൂഹങ്ങൾ ഉൾപ്പെടെ MSF ഹരിതയുടെയും സംസ്ഥാന ഭാരവാഹികളാകുന്ന സമകാലിക രാഷ്ട്രീയ കാലാവസ്ഥയിൽ നമ്മുടെ പാർട്ടിയിലേക്ക് MSF 2 സഹോദരന്മാർ ചെനായിയോട് കടന്നു വന്നു. MSF പിടിച്ച മുദ്രാവാക്യം, MSF പ്രവർത്തന ശൈലി, അത് എത്രത്തോളം സമൂഹം ഏറ്റെടുത്തതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഒരുപക്ഷെ കേരളത്തിൽ മറ്റേതൊരു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കില്ലാത്ത ഇടം MSF ഇന്ന് സോഷ്യൽ മീഡിയയുടെ പ്രചുര പ്രചാര കാലത്ത് MSF സംസ്ഥാന പ്രസിഡന്റിന് മീഡിയ റൂമിൽ ഒരു സ്പേസ് എല്ലാ ചാനലുകളും നൽകുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ MSF എന്ന് പറയുന്ന പ്രസ്ഥാനം ഇവിടെ വേരൂന്നിയ കാലത്ത് നിങ്ങൾ സമൂഹത്തിന് നൽകിയ ഒരുപാട് സംഭാവനയുടെ ഫലം തന്നെയാണ്. ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്ത്, ക്യാമ്പസിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് അപ്പുറത്ത് വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങളുടെ, വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളുടെ സർഗാത്മകതയുടെ പുതിയ തലങ്ങൾ തേടി പോകുന്ന എഴുത്തിന്റെ ലോകത്തും വായന ലോകത്തും പ്രസംഗത്തിന്റെ ലോകത്തും ഒക്കെ പുതിയ കാലത്തിലെ ചുവരെഴുത്തുകൾ വായിച്ച് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലും ഡൽഹി യൂണിവേഴ്സിറ്റിയിലും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലും അങ്ങ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലും ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയിലും എന്തിനേറെ പറയുന്നു, ബോംബെയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ വരെ MSF ഹരിത പതാക പാറിപ്പറക്കുന്നുണ്ടെങ്കിൽ പതിറ്റാണ്ടുകൾ മുമ്പ് ഒരു മനുഷ്യൻ വിളിച്ച മുദ്രാവാക്യം പഠിക്കുക പഠിക്കുക വീണ്ടും വീണ്ടും പഠിക്കുക എന്ന മുദ്രാവാക്യത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് കലാലയങ്ങളുടെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമായി നമ്മൾ മാറിയിട്ടുണ്ട്. കറുത്ത തുണിയും പച്ച അരപ്പട്ട കെട്ടിയ മാപ്പിളമാരുടെ കാലം കഴിഞ്ഞാൽ, ബനിയനെടുക്കുന്ന മാപ്പിളമാരുടെ കാലം കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനം മരിച്ചു പോകുമെന്ന് പറഞ്ഞവരോട് ആകാശത്തിൽ അനന്തമായ ഏറ്റവും അദൃശ്യമായ ന്യൂനാന്യൂക്ഷമായ മൈക്രോ ആയിട്ടുള്ള നക്ഷത്രങ്ങളെ പോലും കണ്ടെത്തിയ പെൺകുട്ടികൾ ഉള്ള ഈ കാലത്ത് MSF ഹരിതയുടെയും ഭാരവാഹികളും പ്രവർത്തകരും ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ക്യാമ്പസുകളിൽ പോയിട്ട് നജമാ തബ്ഷീറിയെ പോലെ, ഫാത്തിമ തഹ്ലിയെ പോലെയുള്ള പെൺകുട്ടികൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ലോക സെമിനാറുകളും സിംപോസിയങ്ങളും പ്രതിനിധി കാലത്ത് ഈ സംഘടന അത്രത്തോളം ഈ മണ്ണിൽ വേരൂന്നി കഴിഞ്ഞു. അഭിമാനകരമായ ഈ കാലത്ത് ഈ സംഘടനയുടെ പ്രവർത്തകന്മാരായി മാറാൻ സാധിക്കുന്നതിൽ നിങ്ങൾ ഓരോരുത്തർക്കും അഭിമാനിക്കാം. നിങ്ങളുടെ പിമ്പയെ കടന്നുപോയതാണ്, ഇത് ത്യാഗത്തിന്റെ ഫലമാണെന്ന ബോധ്യത്തോടു കൂടി ഈ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചിട്ട് MSF മൊറാലിറ്റി, ധാർമ്മികതയാണ് മുദ്രാവാക്യം. സിൻസിയറിറ്റി, ഫ്രട്ടേണിറ്റി, അങ്ങനെയായ MSF മുദ്രാവാക്യത്തെ ഹൃദയത്തേക്ക് വാങ്ങിക്കൊണ്ട് കടാര രാഷ്ട്രീയത്തിനും അക്രമപുറത്ത് സർഗാത്മകതയുടെ പേനകൾ ഉന്തിക്കൊണ്ട് ക്യാമ്പസുകളുടെ ചുവരുകൾക്ക് പുതിയ അധ്യായങ്ങൾ തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നും അതിന് ഊർജം പകരുന്ന സമ്മേളനമായി പേരാമ്പ്രയിലെ ഈ വിദ്യാർത്ഥി കൂട്ടായ്മ മാറട്ടെ എന്നും വർഷങ്ങൾ കഴിയുമ്പോൾ പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലെ ഉൾപ്രദേശമായി ചേനായിൽ മനോഹരമായി പന്തലിൽ നിങ്ങൾ ഇരുന്ന ഓർമ്മകൾ ഒരു കാലമേറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് MSF കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളെ സ്മൃതിപഥങ്ങളിൽ മനോഹരമായ ഓർമ്മകളായിരിക്കും. അത്തരം ഓർമ്മകൾ നൽകുന്ന ഈ ഒരു സമ്മേളനമായി ഇത് മാറാൻ സാധിച്ചിട്ടുണ്ട്. ഇതിന്റെ സംഘാടകരെ, ഇതിന്റെ പിന്നണി പ്രവർത്തകരെ
നിയോജകമണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളോടൊപ്പം MSFന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പരിപൂർണ്ണ പിന്തുണയും സഹായവും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കുന്നു.